ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഈ വീഡിയോ നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിവ്യൂവിൽ കണ്ട വീഡിയോ എങ്ങനെയാണ് CapCut ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാമെന്നാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു ബ്രേക്ക് ഡൗൺ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ അവസാനം വരെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അധികം സംസാരിച്ചിരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. கஷ்டப்பட்டு உழைச்சா ஜெயிக்க முடியாது, இஷ்டப்பட்டு உழைச்சாதான் ஜெயிக்க முடியும். செய்கிற வேலையை விரும்பி பண்ணு. தேங்க்யூ. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നിങ്ങൾ CapCut ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ VPN ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അത് എനേബിൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ CapCut ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മ്യൂസിക്കിൻ്റെ ബീറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻലി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വെച്ച് കുറച്ച് ട്രാൻസിഷനും അതുപോലെ മ്യൂസിക്കിൻ്റെ ബീറ്റിന് അനുസരിച്ച രീതിയിലുള്ള മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതിൽ 3 പാർട്ടാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റത്തേൽ വെറും ബാക്ക്ഗ്രൗണ്ടും, സെക്കൻഡിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ എൻട്രിയും, തേർഡ് നമ്മൾ മെയിൻ ട്രാൻസിഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ട്രാൻസിഷനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇഷ്ടംപോലെ എഫക്റ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് എഫക്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫ്ലാഷ് അതുപോലത്തെ കുറച്ച് എഫക്ട്സ് നിങ്ങൾക്ക് കാണാം. കുറച്ച് സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്ലെയർ എന്നുള്ള ഓപ്ഷൻ കാണാം. സോ ഞാനിവിടെ ഗ്ലെയർ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് അവിടുത്തെ ട്രാൻസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കുള്ള ഫ്ലാഷ് കൊടുത്താലും ഗ്ലെയർ കൊടുത്താലും ഒരു സെയിം ഫീൽ ചെയ്യാനായിരിക്കും വീഡിയോ കിട്ടുന്നത്. ഇപ്പം അതുപോലെ തന്നെ അടുത്ത ട്രാൻസ്ഫർ ആക്കി കഴിഞ്ഞാൽ അടുത്തതിൽ ഞാനൊരു ഗ്ലെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഫ്ലാഷ് ചെയ്യാൻ കൊടുക്കണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസ്ഫർ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ ഗ്ലെയറാണ് കൊടുത്തിരിക്കുന്നത്. അതും സെയിം ഗ്ലെയർ അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്ലെയർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്യാരക്ടർ ഇതിൻ്റെ അകത്തൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ ആ മൂവ്മെൻറ്റിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ. നമ്മൾ തുടക്കത്തിലൊരു നോർമൽ എഫക്റ്റ് വന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് എഫക്ട്സ് ആഡ് ചെയ്യാം. സോ ആ മെയിൻ സബ്ജക്റ്റിൻ്റെ അവിടെ നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് എഫക്ട്സ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ആഡ് എഫക്റ്റ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറേ എഫക്ട്സ് ഉണ്ട്. ഇതിൻ്റെ അത് വീഡിയോ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടംപോലെ എഫക്റ്റ് കിട്ടും. ഞാൻ മെയിനായിട്ട് എൻ്റെ വീഡിയോസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഈ 2 എഫക്റ്റാണ്. അതായത് ഫ്ലാഷ് വൈബ്രേഷനും അതുപോലെ തന്നെ നൊസ്റ്റാൾജിക് ലൈറ്റും. ഇതിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ സെയിം എഫക്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സാധനം തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എഫക്ട്സ് നിങ്ങൾക്ക് കാണാം. ഞാൻ മെയിനായിട്ട് എൻ്റെ വീഡിയോസിൽ ഈ 2 എഫക്ട്സാണ് ആഡ് ചെയ്യാറ്. നിങ്ങൾക്ക് ആ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ അടിപൊളിയായിരിക്കുന്നതാണ്. ഇനി ആദ്യം നമുക്കിവിടെ ഫ്ലാഷ് വൈബ്രേഷൻ നോക്കാം. ഫ്ലാഷ് വൈബ്രേഷൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ്. അപ്പം അതിൻ്റെ അകത്ത് താഴെ നിങ്ങൾക്ക് നോക്കി സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ ആ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തിടുക, ഫുൾ ഓഫ് ചെയ്തിടുക. ഇനി അത് നിങ്ങൾക്ക് കളറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അഡ്ജസ്റ്റ് ചെയ്യും. അത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന രീതിയിലായിരിക്കും. വീഡിയോയ്ക്ക് അനുസരിച്ച രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ അത് 0 ഇട്ട് മെയിൻ കാരണം ആ വീഡിയോയ്ക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് ലൈറ്റ് എന്നുള്ള എഫക്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്. നിങ്ങൾ വീഡിയോയ്ക്ക് നാച്ചുറൽ ഫീൽ കിട്ടും. ഇപ്പോൾ വീഡിയോ എഫക്റ്റിൻ്റെ കേസ് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഓരോരുത്തർക്കും ഓരോ വീഡിയോയിൽ അവർ ആഡ് ചെയ്യുന്ന എഫക്റ്റ് അനുസരിച്ചിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോയ്ക്കകത്ത് നമുക്ക് കേർവ്സ് നോക്കാം. സോ കേർവ്സ് ആ ഒരു വീഡിയോയിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു കേസ്. നിങ്ങൾക്ക് സ്ലോ മോഷൻ ആയാലും അതല്ല വേറൊരു മോഷൻ ആണെങ്കിലും നിങ്ങൾക്ക് കീ ഫ്രെയിംസ് പ്രധാനമാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഫസ്റ്റ് 2 ക്ലിപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത് സെയിം കളർ കേർവ്സാണ്. അതേ പക്ഷേ തേർഡ് കേർവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാരക്ടർ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ കൊടുത്തിരിക്കുന്ന സെയിം കേർവ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അൾട്രാ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കിട്ടും. സോ ഇതിൻ്റെ അകത്ത് മെയിൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് 2 പോയിൻറ്റ് സെയിം രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. തേർഡ് പോയിൻറ്റ് നിങ്ങൾ വീഡിയോയുടെ ഡ്യൂറേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. താഴെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്മൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ 2 ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ഫാസ്റ്റ് പ്രോഗ്രസ് ആൻഡ് ബെറ്റർ ക്വാളിറ്റി. ഇതിൽ നിങ്ങൾക്ക് 2 കൊടുത്താലും വീഡിയോയ്ക്ക് നല്ല സ്മൂത്ത് എഫക്റ്റ് കിട്ടും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റിയാണ്. ഞാനിപ്പോൾ അവിടെ അത് കൊടുത്തിരിക്കുന്നത് വേണ്ടി ഇനി സെയിം കൊടുക്കണമെന്നില്ല. ബെറ്റർ ക്വാളിറ്റി ഇട്ടെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. ഇനി അടുത്ത നമുക്ക് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കളറിങ്ങാണ്. അത് നിങ്ങൾക്ക് ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ 2 ഫിൽറ്ററാണ് മെയിൻലി ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ക്യാപ്റ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ഫിൽറ്റർ കൊടുത്തിട്ട് ഞാനിവിടെ ഇപ്പോൾ 2 ഫിൽറ്റർ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയ്ക്ക് ആപ്റ്റ് ആവുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എഫക്റ്റ് ഒക്കെ ആണെങ്കിൽ ലാസ് വെഗാസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആയിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അത് വീഡിയോ എങ്ങനെയാണോ ആ രീതിയിൽ വേണം നിങ്ങൾ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. സോ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ അഡ്ജസ്റ്റ് ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ വീഡിയോയ്ക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ കടലിൻ്റെ ഒരു വെച്ചിട്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കളറിന് വേണ്ടി HSL എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഡാർക്ക് ബ്ലൂ എന്നുള്ള കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കടലായതുകൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾക്കൊരു എഫക്റ്റ് കിട്ടും. സോ കളറിങ് ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ. കളറിങ് ഓപ്ഷനാണ് ഈ കളറിങ് ഓപ്ഷൻ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിനിമാറ്റിക് ഫീൽ ചെയ്യുന്ന വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റും. വീഡിയോയ്ക്ക് ഭംഗി കൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വന്ന അവിടെ പല എഫക്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ആഡ് എഫക്റ്റ് ഇപ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല എഫക്ട്സും കിട്ടും. അത് നിങ്ങൾ ഓരോ ട്രാൻസ്ഫറിനും ഹെൽപ്പ് ചെയ്യും. സോ ഇനി വീഡിയോയ്ക്ക് നിങ്ങളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ
മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എഫക്ട്സ് എന്നുള്ള സംഭവമാണ്. ഓരോ ട്രാൻഷൻ മാറുമ്പോഴത്തേക്കും ഓരോ സൗണ്ട് എഫക്ട്, അതായത് എനിക്ക് എൻ്റെ വീഡിയോസ് ക്ലീൻ മനസ്സിലാവും. ഞാനത് ഓരോ ട്രാൻഷൻ മാറുന്ന ടൈമിലും ഒരു സൗണ്ട് എഫക്ട് എന്തായാലും ആഡ് ചെയ്തിരിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓഡിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ പല സൗണ്ട് എഫക്ട്സ് കിട്ടും ഫ്രീ ആയി. തീർച്ചയായും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലത്തെ വീഡിയോ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്യാപ്കട്ടിൻ്റെ വേർഷൻ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായും താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലൈറ്റ് മോഷൻ ക്യാപ്കട്ട് പോലത്തെ ആപ്സിൻ്റെയൊക്കെ പ്രോ വേർഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീമിയം എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, തീർച്ചയായും പോവുക നോക്കുക. പിന്നെ മെയിനായിട്ടൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു VPN എടുത്തതിന് ശേഷം മാത്രമേ ഈ CapCut യൂസ് ചെയ്യാവൂ. അത് മെയിൻ സംഭവം, അത് തീർച്ചയായും ശ്രദ്ധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ നല്ല കണ്ടന്റ് ആയിട്ട് വീട്ടിൽ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.